നമസ്കാരം ടീച്ചർ, ന്യൂസ് 18 ഈ പ്രത്യേക പരിപാടിയിലേക്ക്. ഗുഡ് മോർണിംഗ് അരുണിമ ടീച്ചർ. ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് ഈ എനർജി എങ്ങനെയാണ് കിട്ടുന്നത്? ഭയങ്കര എനർജിയിലാണ് ഡാൻസ് ചെയ്യുന്നത്. ഇല്ല, അത് പൊതുവെ ഡാൻസ് കളിക്കുമ്പോൾ അങ്ങനെ കളിച്ചു പോകുന്നതാണ്. അല്ല, അത് അന്നെന്തെങ്കിലും ആ ദിവസം ഈ വൈറലായ ആ വീഡിയോയിൽ ഡാൻസ് ചെയ്ത ദിവസം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? അന്ന് കുട്ടികളുടെ ഡാൻസിന്റെ ഒരു ആവേശത്തിൽ ടീച്ചറും കയറി ഡാൻസ് ചെയ്താണ്. എന്തായിരുന്നു സാഹചര്യം? ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ, അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു. അതെ 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 അതെ. ഞങ്ങളുടെ കോളേജിൽ ഫസ്റ്റ് ഇയേഴ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കുറച്ചും കൂടി ദൃഢമാക്കാൻ വേണ്ടി നമുക്കവിടെ ടാലന്റ് ഷോ എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടാലന്റ് ഷോയിൽ ഈ പറഞ്ഞ പോലെ ഇൻ ബിറ്റ്വീൻ ദ പ്രോഗ്രാംസ്, അത് കുട്ടികൾ അവരുടെ ടാലന്റ് ആണ് ഈ സ്റ്റേജിൽ കാഴ്ചവെക്കാറ്. അപ്പോൾ അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ ജാബിങ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ അതിന്റെ ഇടയിൽ നമ്മൾ ടീച്ചേഴ്സും ചില സമയത്ത് കുട്ടികളായിട്ട് ചേർന്ന് അവരുടെ ആ ഒരു സന്തോഷം പങ്കിടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിമിഷമായിരുന്നു ഈ പറയുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ തേജ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഇത് വീഡിയോ എടുക്കുന്നതും അത് പിന്നെ നമ്മുടെ ഒരു പേജിലിടുന്നതും അങ്ങനെ അത് വൈറലാവുന്നതും. ടീച്ചറ് ഡാൻസിൽ താല്പര്യമുള്ള ആളാണോ? സ്ഥിരമായി എങ്ങനെ ഈ വേദികളിലൊക്കെ ഡാൻസ് ചെയ്യുന്ന ഒരാളാണോ? ഞാന് പ്രൊഫഷണലി ഞാനൊരു ഭരതനാട്യം ഡാൻസറാണ്. ഞാൻ ചെന്നൈ കലാക്ഷേത്രയിൽ നിന്നാണ് ഡിപ്ലോമ ഭരതനാട്യം പാസ് ചെയ്തത്. അതിനുശേഷം അതെ 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 പറഞ്ഞോളൂ. ഞാൻ പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ MA ഭരതനാട്യം ഫസ്റ്റ് റാങ്കോട് കൂടിയാണ് പാസ്സായത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ സെന്റ് തെരേസസിൽ ജോലിക്ക് ജോയിൻ ചെയ്യുകയായിരുന്നു. സെന്റ് തെരേസസിലെ സബ്ജക്ട് അവിടെ നമുക്ക് BA MA ഭരതനാട്യം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സോ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഭരതനാട്യം. പക്ഷേ ഈ ഭരതനാട്യം അതായത് ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും ഈ ബോളിവുഡ് ഡാൻസസ് സിനിമാറ്റിക് ഡാൻസിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും തമ്മിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഭയങ്കര അത്രയും കിടിലായിട്ടുള്ള ഡാൻസ് ആയിരുന്നു. അതിന്റെ രഹസ്യം എന്താണ് ടീച്ചർ? താങ്ക് യു സോ. അതെന്തോ ഇല്ല, അതൊരു ഭാഗ്യമായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. എനിക്ക് രണ്ട് ഫോമും അതിൻ്റെതായിട്ടുള്ള സ്റ്റൈൽസ് രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. യെസ്, ക്ലാസിക്കൽ ഡാൻസേഴ്സ് പൊതുവെ കുറച്ചുകൂടി എന്താണ് വഴക്കമുണ്ടായിരിക്കും, പക്ഷെ ബോളിവുഡിലേക്ക് വരുമ്പോൾ ബോഡി കുറച്ചുകൂടി ടൈറ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ അത്രയും ഫ്രീ സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ഡാൻസ്. അതെന്തോ പറഞ്ഞോളൂ അരുണിമ. ഒരു ഭാഗ്യം കൊണ്ടാണ് അത് രണ്ടും രണ്ട് രീതിയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് ഈ ഡാൻസ് കണ്ടതിന് ശേഷം എന്തായിരുന്നു സഹപ്രവർത്തകരുടെയും കുട്ടികളുടെയൊക്കെ ഒരു പ്രതികരണം വന്ന്? ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് മുന്നേ ഒരു ഡാൻസ് വൈറലായിട്ടുണ്ട്. അത് കഴിഞ്ഞ കൊല്ലമായിരുന്നു, ഇതേപോലത്തെ ഒരു ടാലന്റ് ഷോയിലായിരുന്നു. അത് നിയർലി 3 മില്യൺ വ്യൂസ് ആണ് വന്നത്. അപ്പൊ അതിനുശേഷം ഇതേപോലെ ഭയങ്കര വൈറലായ സമയത്ത് എല്ലാവരും, എന്റെ മാനേജർ അടക്കം, നമ്മുടെ കോളേജിന്റെ മാനേജർ സിസ്റ്റർ വിനീത അടക്കം ബാക്കി എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. ടീച്ചറെ, അതിനുശേഷം ഈ ഭരതനാട്യം സ്റ്റേജുകളിൽ ഇപ്പോഴും പെർഫോം ചെയ്യാറുണ്ടോ ടീച്ചർ? കോളേജിലായാലും പുറത്തായാലും ഒക്കെ? ഉണ്ട്. ഞാൻ സൂര്യ ഫെസ്റ്റിവൽ, കൂടൽമാണിക്യം ഫെസ്റ്റിവൽ, അങ്ങനത്തെ ഫെസ്റ്റിവലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ബേസിക്കലി ഡോക്ടർ ശ്രീലത വിനോദിന്റെ സ്റ്റുഡന്റ് ആണ്. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഭരതനാട്യം ആർട്ടിസ്റ്റ് ആണ് അക്ക. പെർഫോമൻസ് ഇപ്പോഴും തുടരുന്നുണ്ട്. അക്കടുത്താണ് ഞാനിപ്പോ പഠിക്കുന്നത്. ഈ കുട്ടികളുടെ താല്പര്യം എങ്ങനെയുണ്ട് ടീച്ചറെ ഈ ക്ലാസിക്കൽ ഡാൻസിനോട്? പറ്റും നമ്മൾ ഈ സാധാരണ ഈ വീടുകളിലും അധ്യാപകരുടെ അടുത്തൊക്കെ പോയി പഠിക്കുന്നുണ്ട്. ഈ ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കുട്ടികൾ സമീപിക്കുന്നത്? ഇല്ല, ഇത് പൊതുവെ ഈ പറഞ്ഞ പോലെ ആർക്കും നമുക്ക് നിർബന്ധിച്ച് വിടാൻ കഴിയില്ല. ഈ കുട്ടികൾക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾ ഈ പറയുന്ന പോലെ ഇതിനെ അത്രയധികം സ്നേഹിച്ച് വരുന്ന മക്കൾ തന്നെയാണ്. അപ്പൊ അവർക്കൊപ്പം ഒരു ഗ്രൂപ്പായുള്ള പെർഫോമൻസ് കുറച്ചുകൂടി ഇതിലെന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്ന് വരുന്ന അതെ അങ്ങനെയുള്ള ഒക്കെ സംഭവിക്കാറുണ്ടോ? ഉണ്ട്. നമ്മൾ കോളേജിൽ നിന്നാണെങ്കിലും പെർഫോമൻസുകൾ ചെയ്യാറുണ്ട്. കുട്ടികളെ കൊണ്ടുപോയിട്ട് അങ്ങനെ പെർഫോമൻസ് ചെയ്യിപ്പിക്കാറുണ്ട്.
ഈ ടീച്ചറിനൊപ്പം ഈ പുറകിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന ടീച്ചറുടെ കുട്ടികളാണോ അതോ കോളേജിലെ മറ്റു കുട്ടികളാണോ? അതിലൊരു 4-5 പേര് ടീച്ചേഴ്സ് തന്നെയാണ്, സാരി ഉടുത്ത 4-5 പേര്. ബാക്കിയുള്ളവരെല്ലാവരും ഈ ഫസ്റ്റ് ഇയേഴ്സ് ആൻഡ് യൂണിയൻ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും അതില്. ടീച്ചറുടെ പെർഫോമൻസ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ നമ്മുടെ വേദി അത്ര പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയല്ല അല്ലേ? ഡാൻസ് കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഏതായാലും വലിയ കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ദേവാശിഷ് എന്നുള്ളത് അരുണിമ ദേവാശിഷ് എന്നുള്ളതൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ ദേവാശിഷ്? അതെന്റെ വീട്ടുപേരാണ്. ഓക്കെ, ദേവാശിഷ് എന്നുള്ള വീട്ടുപേര്? ഇല്ല, അത് ഞങ്ങളുടെ വീട് മീൻസ് ഞങ്ങളുടെ വീട്ടുപേരാണ്. അത് ഞാനായിട്ട് ഞങ്ങളുടെ വീട്ടിനിട്ടൊരു പേരാണ്. അപ്പൊ ഞാൻ മീഡിയാസിൽ ഞാൻ പൊതുവെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയാസിൽ ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെയാന്നേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണല്ലേ? തീർച്ചയായും, ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, റീൽസ് ഒക്കെ ഇടുന്നുണ്ട്, കുട്ടികളുടെ പെർഫോമൻസ് വീഡിയോ ഒക്കെ ഒത്തിരി ഉണ്ട്. ടീച്ചറിന്റെ ശരി, ഓക്കെ ടീച്ചർ, നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ചത് അല്ലേ?